നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി നോക്കിയാലോ? വായോ. ഇത് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് ആണ്, ലോങ് ബസ്മതി റൈസ് ആണ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിക്കണം. ഇത് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കണേ. കുറച്ചെടുത്ത് നീളത്തിൽ അരിഞ്ഞു. അതുപോലെ തന്നെ ക്യാരറ്റ്, ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസും, പിന്നെ ഒരു ലെമണും കൂടെ നമുക്ക് റൈസിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 2 എഗ്ഗും കൂടി എടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിത്ത് ബോണുള്ള ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ജസ്റ്റ് ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര്, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചാലാണ് കുറച്ചുകൂടെ നമുക്ക് ചില്ലി ചിക്കൻ കാണാനൊരു ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് സവോള, ക്യാപ്സിക്കം, പിന്നെ ജിഞ്ചർ, ഗാർലിക്, ഒരു പച്ചമുളക് ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ചൂടായ കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്യണം. റൈസിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇതേ കുക്കായി വരുന്നുണ്ട്. വെജിറ്റബിളെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. 2 എഗ്ഗ് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുവാണ്. ഒരിച്ചിരി നേരം വെച്ചിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെജിറ്റബിളിൻ്റെ കൂടെ എഗ്ഗൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസിനോട്ട് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കുക്കായിട്ടുണ്ട്. വീണ്ടും വേറൊരു കടായി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. റൈസും കൂടെ ആഡ് ചെയ്തു. റൈസിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ റൈസിലോട്ട് മിക്സ് ചെയ്തു. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായേ. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാതെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്തു. അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ കടായിലോട്ടിട്ട് ഇതും ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്താൽ മതി. ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും വളരെ കുറച്ച് മതി. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. 1.5 സ്പൂണ് കോൺഫ്ലോർ, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വരും. ചില്ലി ചിക്കൻ റെഡി. എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു വെക്കാവേ. സൂപ്പർ.